നമസ്കാരം. ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. മുൻപത്തെ വീഡിയോസിൽ നമുക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സംശയങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ആദ്യത്തെ കമന്റ് ആണ്, സർ, ഉന്മാദ രോഗത്തെ പറ്റി സർ സംസാരിച്ച വീഡിയോയിൽ വന്നൊരു കമന്റ് ആണിത്. സർ, ഇങ്ങനെയുള്ള രോഗികളെ പരിചരിക്കുന്ന വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ രോഗം വരുന്നത്? ഇവർക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാൻ പറ്റുമോ? സാറിന് ഇതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ഈ ഉന്മാദ രോഗം, അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പേരാണ് ചിത്തഭ്രമം. കാരണം നമുക്ക് വളരെയധികം മലയാളികൾക്കൊക്കെ വളരെ സുപരിചിതമാണ്. ചില ചിത്രങ്ങളിലൊക്കെ, അതായത് സിനിമകളിലൊക്കെ ഈ ഉന്മാദ രോഗത്തിനെ കാണിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഉന്മാദ രോഗത്തിന് പല ബ്രാഞ്ചസ് ഉണ്ട്. അതിപ്പോൾ അതിലൊരു പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ സ്കിസോഫ്രീനിയ എന്നൊക്കെയാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ആ വേർഡ് മീനിങ് തന്നെ സ്പ്ലിറ്റ് മൈൻഡ് എന്നാണ്. സ്പ്ലിറ്റ് മൈൻഡ്. അപ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചാൽ സ്പ്ലിറ്റ് മൈൻഡ് ആണ് മനസ്സിലെ വിഭജനമാണ്, മനോവിഭജനം എന്നൊക്കെ പറയാം. അപ്പോൾ വികലനം, ആ മനസ്സിനെ പിളർന്നു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. മെയിൻലി ഇതിൻ്റെ പ്രശ്നം തോട്ട് ഡിസ്റ്റർബൻസ് ആണ്. തോട്ടിൽ വരുന്ന ഡിസ്റ്റർബൻസ് ആണ്. എന്ത് നിങ്ങൾ പറഞ്ഞാലും അതിന് ഞാൻ ചിന്തിച്ചിട്ട്, എൻ്റെ ലൈനിൽ ഞാൻ ചിന്തിച്ചിട്ട് എനിക്കതൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ആകെ ഒരു കൺഫ്യൂഷനാവും. നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ചിന്തയായിരിക്കില്ല എൻ്റെത്. നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ചിന്തയായിരിക്കും. അപ്പോൾ അങ്ങനെയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, തോട്ട്സ് നമ്മളെ കീഴടക്കുമ്പോൾ നമ്മളെ പല പരിപാടികളും ഇല്ലാതാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് നിങ്ങളെ തോട്ട്സ് നിങ്ങളെ കാർന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ വിചാരിച്ച വഴിയിലൂടെ അല്ല പോവുക. പല ചിന്തകളും നിങ്ങളുടെ മൈൻഡിൽ വരും. നെഗറ്റീവ് ചിന്തകളാവാം, പോസിറ്റീവ് ചിന്തകളാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നെഗറ്റീവ് ചിന്തകൾ വന്നിട്ട് ആ നെഗറ്റീവ് ചിന്ത തന്നെ പല ഡൈവേഷനിൽ പോകും. അപ്പോൾ ഇത് സാധാരണ കണ്ടമാനം ആളുകളിൽ കാണുന്നുണ്ട്. അതിൻ്റെ ആ മനസ്സിൻ്റെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങളാണ്. അത് തലച്ചോറിൽ വരുന്ന ചില കെമിക്കൽ ഇംബാലൻസിലാണ് ഇത് വരുന്നത്. യൂഷ്വലി ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട് നമ്മളെ ബ്രെയിനിൽ. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നിയന്ത്രിക്കുന്നത് ഈ കെമിക്കൽസൊക്കെയാണ്. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സന്ദേശങ്ങളെ കൈകാര്യം ചെയ്യുന്നതും സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതും, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അപ്പുറത്തേക്ക് എത്തിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരം കെമിക്കൽസാണ്. അതിൽ ഡോപ്പമിനിൽ വരുന്ന വ്യതിയാനം കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, യൂഷ്വലി ഈ അസുഖമുള്ള ആൾക്കാർ നമ്മളൊരു കണക്കൂട്ടലനുസരിച്ച് സർവേ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇൻ്റലിജൻസ് ആണ്. ഇവർ ഭയങ്കര എക്സ്ട്രാ ബ്രില്യൻ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവർ ചിലപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മളൊരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റീസ് ആയിരിക്കും. അധികം സംസാരങ്ങളൊന്നും ഉണ്ടാവില്ല. സംസാരങ്ങളൊക്കെ പൊതുവെ കുറവായിരിക്കും. പക്ഷേ ഇൻ്റലിജൻ്റ് ആയിരിക്കും. അവരുടെ കാര്യങ്ങളിലൊക്കെ വലിയ വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകളും നല്ല പിന്നെ ജോലിയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ അസുഖമുള്ളവരും അവരൊരു മെഡിസിൻ എടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മെയിൻ്റനൻസിൽ പോവുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പോകാൻ പറ്റും, നോർമൽ ലൈഫിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ അത് ഏർലി ഓൺസെറ്റ് തന്നെ കണ്ടെത്തുകയും അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല റിസൾട്ട് കിട്ടും. പലപ്പോഴും നമ്മൾ കാണുന്നതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ വൈകിട്ടാണ് ഒരു ഡോക്ടറെ അടുത്ത് എത്തുന്നത്. കാരണം അതൊരു രോഗമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മളെ മേലെ വല്ല പ്രേതബാധ കൂടിയതോ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടുകാർ ചിലപ്പോൾ പറയും, ഇവൻ വളരെ നേരായ വഴിയിലൂടെ മീൻസ് എല്ലാം വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്, സ്പീഡായിട്ടാണ് ഇവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ എൻ്റെ മേലെ എന്തോ ഇൻഫ്ലുവൻസ് ചെയ്തതോ, അല്ലെങ്കിൽ ആരോ എന്തോ കൂടോത്രം ചെയ്തിട്ട് വന്നതോ, അങ്ങനെയൊക്കെയുള്ള ചിന്തയിലേക്കൊക്കെ വരുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം അപ്രോച്ച് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളെപ്പോലുള്ളൊരു ഡോക്ടറെ അടുത്ത് എത്തുന്നത്. ഇല്ലെങ്കിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തന്നെ പല മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. നമുക്കറിയാം, ഹോമിയോ, യുനാനി മുതൽ ആയുർവേദം എല്ലാ വിഭാഗങ്ങളുണ്ട്. എല്ലാ വിഭാഗത്തിലും ഇത്തരം ട്രീറ്റ്മെൻറ്റ്, അസുഖത്തിനൊക്കെ ട്രീറ്റ്മെൻറ്റും ഉണ്ടാവും. ഒരു അസുഖത്തിനും ഈ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നൊരു വിഭാഗം പറയുന്നില്ല. പക്ഷേ എവിഡൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഈ വാതരോഗങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ആയുർവേദം പ്രിഫർ ചെയ്യും. റൊമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, വേദനകൾ, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ആയുർവേദം പണ്ടേ കാലത്ത് നമ്മൾ കേൾക്കുന്നതാണ്, ആയുർവേദം പ്രിഫർ ചെയ്യും. അതുപോലെ ഈ ഇത്തരം കേസുകൾക്കൊക്കെ അലോപ്പതിയാണ് എവിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. മറ്റുള്ള മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും നമ്മളതിനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ചില ആളുകളിൽ എഫക്റ്റീവ് ആവില്ല, അല്ലെങ്കിൽ കുറച്ച് അക്യൂട്ടായിട്ട് വളരെ തീവ്രമായിട്ടുള്ള സിംറ്റംസ് ഒക്കെ സബ്സൈഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് വേണ്ടി വരും. കുറച്ച് ലോങ് ആയിട്ടുള്ള, ഇപ്പോൾ ഹോമിയോപ്പതി ആണെങ്കിലും ആയുർവേദിക് ആണെങ്കിലും യുനാനിക്ക് ആണെങ്കിലും ചിലപ്പോൾ കുറേ ടൈം എടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാറുന്നത്. അപ്പോൾ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിക്കവറി സ്റ്റേജിലേക്ക് എത്താനുള്ള ക്ഷമ നമുക്കുണ്ടാവില്ല.
അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലുണ്ടാകുന്ന ആഘാതങ്ങളൊക്കെ ആലോചിച്ച് ചിലപ്പോൾ അക്യൂട്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു എവിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ ആണ്, അതായത് അലോപ്പതിക് മെഡിസിൻസ്. അപ്പോൾ അലോപ്പതിക് മെഡിസിനിൽ ഇത്തരത്തിലെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയുള്ള പല എക്സ്പെരിമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, ഇഷ്ടംപോലെ കേസുകൾ കാണുന്നു. അപ്പോൾ അത് തുടക്കത്തിലേ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മൈൽഡ് ഡോസേജ് ഓഫ് മെഡിസിനൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നോർമാലിറ്റിയിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ആൾക്ക് അയാളെ ജോലിയായിട്ടോ അല്ലെങ്കിൽ അയാളുടെ കുടുംബജീവിതമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. പക്ഷേ പലപ്പോഴും അത് ആ സ്റ്റേജ് കഴിഞ്ഞിട്ടെത്തുമ്പോൾ കുടുംബത്തിൽ വ്രണങ്ങൾ ഉണ്ടാക്കും. എസ്പെഷ്യലി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ന്യൂലി മാരീഡ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ ഒരു സ്വഭാവത്തിൽ മാറ്റം കാണുമ്പോൾ അവർക്ക് 100 സംശയങ്ങളുണ്ടാവും. ഡെഫിനറ്റ്ലി അവരുടെ കുടുംബത്തിനും ഉണ്ടാവും. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാകുമ്പോൾ എന്നെ കുറച്ചുകൂടി ട്രിഗർ ചെയ്തിട്ട് ചിലപ്പോൾ എൻ്റെ അവസ്ഥകൾ കുറച്ചുകൂടി കൂടും. പക്ഷേ എൻ്റെ വൈഫിനെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർ വലിയ എക്സ്പെക്റ്റേഷനിൽ വന്നിട്ട് പെട്ടെന്ന് ഒട്ടും അറിയാത്ത ഒരാൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള സ്വഭാവ വൈകല്യങ്ങളും രൂപങ്ങൾ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസൊക്കെയാണ് നമ്മൾ പ്രശ്നം നീട്ടിക്കൊണ്ടായാലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ മോഡേൺ മെഡിസിൻസ് ആണെങ്കിലും കഴിച്ചിട്ട് അവരുടെ കൂടെ വന്ന ബൈസ്റ്റാൻഡേഴ്സിനും അസുഖത്തിനെ പറ്റിയിട്ടൊക്കെ ഒരു പ്രിലിമിനറി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് മെഡിസിൻ കഴിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും, നോർമാലിറ്റിയിലേക്ക് വരുത്തി കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാവും. ശരിക്കും അവരുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി സക്സസ് ആക്കാൻ പറ്റും. ഈ സ്കിസോഫ്രീനിയനെ പോലത്തെ അസുഖങ്ങൾ തുടക്കത്തിലേ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1, 2, 3 കൊല്ലത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്ന് കഴിച്ച് നിർത്താൻ പറ്റും. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീവ്രത, അസുഖത്തിൻ്റെ തീവ്രതയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 3 എന്നുള്ളത് 4, 5 അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് ലോങ് ഒക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ മൂഡ് ഔട്ട് ആവരുത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മരുന്ന് കഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെന്ന് കൂട്ടിക്കും, ഒരു അസുഖത്തിന് നിങ്ങൾക്കൊരു മരുന്ന് കഴിച്ചാലും നിങ്ങൾക്ക് നിങ്ങളെ ജോലി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതിരി തന്നെ കൈകാര്യം ചെയ്യാനും പറ്റും, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് ലീഡ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനാണുള്ള പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അല്ല നമ്മൾ മൂഡ് ഔട്ടായിട്ട് ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് തീവ്രതയിലേക്ക് എത്തും. ഇന്ന് 2 മരുന്ന് കിട്ടുന്നിടത്ത് 5, 6 മരുന്ന് കഴിക്കുകയും ഈ വീണ്ടും നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കും. ഒന്നിനൊരു പരിഹാരമാവണില്ല, നിങ്ങൾ അസുഖം അവിടെ കിടക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ മെഡിസിൻ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക്, പ്രമേഹമുള്ള ആൾക്കാർക്ക് മരുന്ന് നിർത്താൻ പറ്റില്ല നമ്മൾ പറയാറുണ്ട്, പ്രഷറുള്ള ആൾക്കാർക്കൊക്കെ. അപ്പോൾ നമ്മളൊരു ലോ ഡോസിലുള്ള മെഡിസിൻ ആണെങ്കിലും കഴിച്ചാലും നമുക്ക് നോർമൽ ലൈഫിനായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും. അത്തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആകെ മൂഡ് ഔട്ട് ആവുകയും പ്രശ്നങ്ങളാവുകയും ചെയ്യരുത്. നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആയിട്ട് എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും, ഞാനതിന് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകും. ഈ പണി അല്ലെങ്കിൽ വേറൊരു പണി എന്നെക്കൊണ്ട് കഴിയുന്ന പണിയാണെങ്കിൽ ഞാൻ ചെയ്തിട്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നണമെങ്കിൽ നമ്മളെ മനസ്സ് സ്ട്രോങ് ആവണം. നമുക്കറിയാം എല്ലാ പ്രതിസന്ധികളും നേരിട്ടിട്ട് വരുന്നവരാണ് നമ്മൾ. നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലൊക്കെ. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ നിങ്ങളെ ജിൻഡുവിനെ ഞാൻ കാണൽ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഇപ്പോൾ നിങ്ങളുടെ കുറച്ച് കാലം മുമ്പാണ് നിങ്ങളുടെ ഡാഡിയൊക്കെ മരിച്ചത്. അപ്പോൾ ആ സിറ്റുവേഷൻ എന്താണെങ്കിലും സ്വന്തം ഒരു പാരൻറ്റ് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് നമുക്ക് കിട്ടുന്നു, അതിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് അറിയാം, എൻ്റെ മദർ ഇപ്പോൾ കഴിഞ്ഞ 10-15 ദിവസം മുമ്പാണ് മരിച്ചത്. പക്ഷേ അതിനെ നമ്മൾ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നമ്മൾ സ്വയം ഇൻബിൽറ്റ് ചെയ്തുണ്ടാക്കിയിരിക്കണം. ആദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമത്തിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകും. കാരണം അല്ലാതെ നിവൃത്തിയില്ല. മരണം വരും എന്താണെങ്കിലും. അത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഫീലിംഗ് ഉണ്ടാവും. നാച്ചുറൽ ഡെത്ത് ഇപ്പോൾ ആർക്കും സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആ മനസ്സിനെ നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ആണെങ്കിലും എനിക്കാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള പ്രഷറുകളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഒരേമാതിരി പൊക്കോണമെന്നില്ലല്ലോ. പക്ഷെ അപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാനുള്ളൊരു മനക്കരുത്ത്, ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അതിനെയാണ് മനസ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നീട്ടിക്കൊണ്ടുപോകാതെ എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. അതിന് ആ പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ ലൈനിലൂടെ തന്നെ പോകണം. കാരണം അതിനൊക്കെ ഇനിയിപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് അതിൽ നമ്മളത്ര കൺവിൻസ്ഡ് അല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം, അല്ലെങ്കിൽ തേർഡ് ഒപ്പീനിയൻ എടുക്കാം. ഒരു ഡോക്ടർ മാത്രമല്ലല്ലോ, ഇഷ്ടംപോലെ 2-3 ഡോക്ടർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു, നിങ്ങളൊരു പ്രശ്നം ഞാൻ അനലൈസ് ചെയ്തു, എൻ്റെ ഒരു ഡയഗ്നോസിസ് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എങ്ങനെ മുന്നോട്ട് പോകണം ഞാൻ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതർവൈസ് ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഓർ അതർവൈസ് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം.
സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് നിങ്ങൾ കൺവിൻസ് അല്ലെങ്കിൽ തേർഡ് ഒപ്പീനിയൻ എടുക്കുക. അതിൽ നിങ്ങൾ ഡിസിഷനിൽ എത്തുക, ഒരു ഫൈനൽ തീരുമാനത്തിലെത്തുക. എപ്പോഴും എൻ്റെ പ്രേക്ഷകരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ആ ഡോക്ടറിൽ ഒരു കോൺഫിഡൻസും ട്രസ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ തുടരാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ പേഷ്യൻസിനോട് എപ്പോഴും പറയാറുണ്ട്. കാരണം അത് തന്നെ സൈക്കോളജിക്കലായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ, അസുഖങ്ങൾ മാറ്റിത്തരും. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ തന്നെ നിങ്ങളൊരു ഇമ്പ്രഷനിലാണ് പോകുന്നത്. നിങ്ങളോട് ആരോടെങ്കിലും, നിങ്ങളെ അയൽവാസികളോ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലി ഫ്രണ്ട്സോ ചിലപ്പോൾ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അതന്നെ നിങ്ങളെ സൈക്കോളജിക്കലി ഒരു 20% to 30% നിങ്ങളെ റിക്കവറിയിലേക്ക് എത്തിക്കും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ അപ്രോച്ചും ഡീലിങ്സും അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളെ ഈ അസുഖത്തിനെ കൂടി മാറ്റിയെടുക്കാനിലേക്ക് സഹായിക്കും. അല്ലാതെ രണ്ട് മനസ്സോട് കൂടിയിട്ട് ഒരിക്കലും പോകരുത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ അസുഖമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. തുടക്കത്തിലേ കിട്ടുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ചില കേസുകൾ അങ്ങനെ സാധിച്ചോളണം എന്നില്ല. പക്ഷേ എങ്കിലും മരുന്ന് കഴിച്ചിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഫാമിലി മെമ്പേഴ്സിന് സപ്പോർട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അവരതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് അവർ സപ്പോർട്ടോട് നിൽക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി സ്പീഡി റിക്കവറി ഉണ്ടാവും. സർ, ഇതാണോ ബൈപോളാർ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്? ബൈപോളാർ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതല്ല. ഉന്മാദം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് മൂഡ് ചേഞ്ചസ് ഒക്കെയാണ് ബൈപോളാർ പേഴ്സണാലിറ്റിയിലൊക്കെ വരിക. പക്ഷെ ഇതിലൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഈ ആൻറ്റി സൈക്കോട്ടിക്സ് എന്ന് പറഞ്ഞ മരുന്ന് അത് ബൈപോളാർ പേഴ്സണാലിറ്റിക്കും കൊടുക്കും, അതുപോലെ സ്കിസോഫ്രീനിയക്കൊക്കെ കൊടുക്കും. പക്ഷേ ഡയഗ്നോസിസിൽ ചില വ്യത്യാസങ്ങൾ വരുന്നു മാത്രം. അതുകൊണ്ട് ചിലപ്പോൾ മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടാൽ ഒരാൾ ഇങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്തത്, അദ്ദേഹം തന്ന മരുന്ന് ഇതാണ്, മറ്റൊരാൾ ഡയഗ്നോസിസ് ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മരുന്ന് തന്നത് രണ്ടും സെയിം ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമ്മൾ ചില ആളുകളൊക്കെ വലിയ പ്രശ്നമാക്കി എടുക്കാറുണ്ട്. അപ്പം മെഡിസിൻ ആക്ഷൻ ചിലപ്പോൾ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് ഒന്നായിരിക്കും. ഫൈൻ ഡയഗ്നോസിസ് ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചില കൺഫർമേഷൻ ഡയഗ്നോസിസിൽ കൺഫർമേഷൻ നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങളെ അഡ്മിഷൻ പറയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹിസ്റ്ററി കിട്ടിയതിനനുസരിച്ച് എനിക്കൊരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുന്നില്ല നിങ്ങളെ ഡയഗ്നോസിസിൽ വെച്ച്. അപ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞ് നമുക്കൊന്ന് അഡ്മിറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അഡ്മിഷൻ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളവിടെ ഞാൻ ഒബ്സർവ് ചെയ്യും. നിങ്ങളുടെ അടുത്ത് തന്ന ഹിസ്റ്ററി കൂടാതെ നിങ്ങളെ ഞാൻ ഒരു കുറച്ച് ദിവസങ്ങൾ 3-4 ദിവസം കാണുമ്പോൾ നിങ്ങളുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും പെരുമാറ്റ രീതിയൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് എൻ്റെ ഫൈനൽ ഡയഗ്നോസിസിലേക്ക് ഞാൻ എത്തുകയും അത് വർക്കിംഗ് ഡയഗ്നോസിസായി മുന്നോട്ട് പോവുകയും ചെയ്യും. സാധാരണ ഒരു കേസ് വരുമ്പോൾ നമുക്ക് ഒരു പുതിയൊരു പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ പ്രൊവിഷണൽ ഡയഗ്നോസിസ് എന്ന് പറയും. പ്രൊവിഷണൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫേം ഡയഗ്നോസിസ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇതാവാം. അപ്പോൾ 2-3 പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള നമ്മളിപ്പോൾ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്ന മാതിരി നമുക്കൊരു പ്രൊവിഷണലായിട്ട് നമ്മൾ വെക്കും. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൽ ഓരോന്ന് ഏതിലേക്കാണോ ഫുള്ള് ലീഡ് ചെയ്യുന്നതെങ്കിൽ മറ്റേത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും, ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇതാണ് നിങ്ങളെ വർക്കിംഗ് ഡയഗ്നോസിസ്. ബിക്കോസ് മറ്റ് 2 ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ചില സിംറ്റംസ് ഒന്നും ഇപ്പോൾ നിങ്ങളിൽ കിട്ടിയില്ല, കണ്ടില്ല. സോ ഇറ്റ് ഈസ് ഡെലീറ്റഡ് ആൻഡ് വർക്കിംഗ് ഡയഗ്നോസിസ് ദിസ്. അപ്പോൾ അങ്ങനത്തെ കേസുകൾക്കാണ് നമ്മൾ ഒബ്സർവേഷൻ പറയും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടത്താൻ പറയും. ഇപ്പോൾ പല കേസുകളും ഹോസ്പിറ്റലിൽ കിടക്കാനൊക്കെ പറയുമ്പോൾ പലരും പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ മരുന്ന് കഴിച്ച് വന്നോളാം. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു മരുന്നിന് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ വരുമ്പോൾ നിങ്ങളൊരു ബോഡി വെയ്റ്റ്, നിങ്ങളെ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യണം, നിങ്ങളുടെ ബോഡി നേച്ചർ ഇതൊക്കെ മനസ്സിലാക്കണം. ചിലപ്പോൾ ചെറിയൊരു സിമ്പിൾ മരുന്നാകുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ ടയർഡ്നെസ്സും ക്ഷീണവും ഒക്കെ ഉള്ള ആളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മരുന്ന് തന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കര ഓവർ ഡോസാണ്, എനിക്ക് തല പൊക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കമൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതേസമയം മരുന്ന് നിങ്ങളുടെ ബോഡിയിൽ എത്താഞ്ഞാൽ നിങ്ങൾക്ക് അസുഖത്തിന് മാറ്റവും കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ വരുമ്പോഴാണ് നമ്മൾ അഡ്മിഷൻ നിർബന്ധമായിട്ടും പറയുന്നത്. കാരണം അഡ്മിഷൻ വരുമ്പോൾ ഞങ്ങളാണ് മരുന്ന് തരുന്നത്, അത് ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, സിസ്റ്റർമാരും എല്ലാവരും നോക്കുന്നുണ്ട്. അതിലിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു അഡ്വേഴ്സ് എഫക്റ്റോ റിയാക്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. അതിന് മറുമരുന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളി, അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത മെഡിസിൻ കൊടുത്തോളൂ എന്നൊക്കെ പറയണം. അതൊന്നും ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പഠിപ്പിച്ച് വിടാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് ഡോസേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. പിന്നെ ചില പേഷ്യൻസ് അവർക്ക് ഇൻസൈറ്റ് ഉണ്ടാവില്ല. ഇൻസൈറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉള്ളറിവ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് രോഗം ഉണ്ടെന്നുള്ളത് നിങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങൾ വീട്ടുകാർ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കും. മരുന്ന് കഴിക്കാൻ നിങ്ങൾ കഴിക്കില്ല, കാരണം എനിക്ക് അസുഖമൊന്നുമില്ല. പിന്നെ കഷ്ടകാലത്ത് നിങ്ങളിപ്പോൾ ഒരു ഗുളിക എല്ലാവരും കൂടി നിർബന്ധിച്ച് കഴിച്ചാലും നിങ്ങൾക്ക് ചെറിയ ക്ഷീണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഇവരെല്ലാവരും കൂടി എന്നോടുള്ള ദേഷ്യം കാരണം എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും കൂടി ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് എന്തൊക്കെ മരുന്ന് തരികയാണെന്നുള്ള രീതിയിലാണ് അവർ വരിക. അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ
കിടത്തിയിട്ട് ആ ഇനീഷ്യൽ സ്റ്റേജ് തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ട്രസ്റ്റായി ഈ മരുന്നിൽ കുഴപ്പമൊന്നുമില്ല. ഒരു 1 വീക്ക് ഓർ 2 വീക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫീലിംഗ് ഗുഡായി തോന്നുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. പിന്നെ മറ്റൊരാൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എനിക്കിപ്പോൾ ഒരു എനർജറ്റിക്കായി തോന്നുന്നുണ്ട്, ഒരു ഹാപ്പി മൂഡ് വരുന്നുണ്ട്, എന്തിനും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ദേഷ്യമൊക്കെ കുറഞ്ഞു, പെട്ടെന്നുള്ള ദേഷ്യചാടലും എടുത്തുചാട്ടലൊക്കെ കുറച്ച് കുറഞ്ഞു എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് വല്ലാതെ ഫോഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇൻസൈറ്റ് ഓറിയന്റഡ് സൈക്കോതെറാപ്പി എന്ന് പറയും. അതായത് അതിനോട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില സൈക്കോതെറാപ്പി കൗൺസിലിംഗ് ഒക്കെ തന്നാൽ അപ്പോൾ ചിലപ്പോൾ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ മെഡിസിൻ കഴിക്കുന്ന നെസസിറ്റിയും നിങ്ങൾ കഴിച്ചാലുള്ള ഗുണവും, കാരണം നിങ്ങൾ തന്നെ ചിലതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാലും കുറച്ച് വിശ്വസിക്കുക, അതിന് മുമ്പ് ഞാൻ പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ പറ്റും, നമുക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും, ഹാപ്പി ആയിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് വളരെ കുറച്ച് കാലമാണ് നമുക്ക് ഒരു ലൈഫ് തന്നിരിക്കുന്നത്. ആ ലൈഫിൻ്റെ തന്നെ നമുക്കൊരു 60 വയസ്സ് 70 വയസ്സാണ് നമ്മളെ ലൈഫ് സ്പാൻ എങ്കിൽ അതിൽ ഓരോ സ്റ്റേജിലും ഒരു ലൈനിലാണ്. നമുക്കിപ്പോൾ ഒരു 20 വയസ്സുള്ളപ്പോൾ നിങ്ങളൊക്കെ പിന്നോട്ട് എടുത്ത് നോക്കുക. ഒരു 20 വയസ്സുള്ളപ്പോൾ നിങ്ങളെ കളികളാണോ ഇപ്പോൾ? അല്ല. ഒരു 30 വയസ്സിലെത്തിയപ്പോൾ അടുത്തൊരു സ്റ്റേജ്, 30 to 40 വരുമ്പോൾ വേറൊരു മെച്യൂരിറ്റിയാണ്. അപ്പോൾ പഴയ കാര്യങ്ങളായിരിക്കും നമുക്ക് തന്നെ ഒരു തമാശയായി തോന്നുക, അതൊക്കെ കഴിഞ്ഞിടും, ഇപ്പം ഞാൻ അതിനൊന്നുമില്ല, അപ്പം അങ്ങനെയൊന്നും പറ്റില്ല, റിസ്ക് എടുക്കാൻ പറ്റില്ല. 10 കൊല്ലം മുമ്പാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് റിസ്ക്കും ചിലപ്പോൾ എടുത്തേനെ നോക്കാന്ന് പറയും. ഇപ്പം പക്ഷേ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളെ മൈൻഡ് അങ്ങ് പറയും, അല്ല അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾക്ക് എത്ര ശമ്പളം തരാമെന്ന് പറഞ്ഞാലും പറയും കഴിയില്ല, എത്തിപ്പെടാൻ കഴിയില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂട്ടോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയാണ്. അപ്പോൾ ആ സ്റ്റേജിൽ നല്ല സ്റ്റേജിൽ നമ്മൾ അത് ഹാപ്പി ആയിട്ട് എല്ലാവരുമായിട്ട് സുഹൃത്തുക്കളായിട്ടും നമ്മളെ ജോബ് പ്ലേസിലും നമ്മളെ സബോർഡിനേറ്റേഴ്സൊക്കെ നല്ലൊരു ബന്ധത്തിലും നല്ല രീതിയിലും ലൈഫ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിനൊക്കെ തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള മെഡിസിൻസും ഒക്കെ ധാരാളം ഇപ്പോൾ സൈക്യാട്രി മേഖലയിലൊക്കെ ഉണ്ട്. ഈ അസുഖമൊന്നും അത്രയൊരു വലിയൊരു പ്രശ്നമായി കാണുന്നില്ല മുന്നേ പോലെ ഇപ്പോൾ, കാരണം വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഈ ഉന്മാദ രോഗമൊക്കെ. താങ്ക് യു സർ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ പ്രേക്ഷകൻ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ കമന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള മറുപടി ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു.